വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനിവേ നിവാസികൾക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനിവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. സ്നേഹമുള്ളവരെ, ഇന്ന് സഹൈക്യ പ്രാർത്ഥനയുടെ സമാപന ദിവസവും വിശുദ്ധ പൗലോസ്ലീഹായുടെ മാനസാന്തരത്തിൻ്റെ ദിവസവും അതുപോലെ തന്നെ പത്തനംതിട്ട പുത്തൂർ ഭദ്രാസനങ്ങളുടെ സ്ഥാപന ദിനവും ആണ്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം പ്രത്യേകമായി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈശോയുടെ ദൗത്യത്തിന് സാക്ഷ്യം നൽകുന്ന സ്വർഗീയ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നതുവരെ അവിടുന്ന് ദുഷിച്ച തലമുറയോട് ഉപമിക്കുന്നു. യോന നിനിവേക്കാർക്ക് രക്ഷയുടെ അടയാളമായിരുന്നതുപോലെ ഈശോ ഇപ്പോഴത്തെ തലമുറയുടെ അടയാളമാണ്. യോനായുടെ പ്രസംഗം കേട്ട് നിനിവേ മാനസാന്തരപ്പെട്ടതുപോലെ ഇന്ന് അവിടുത്തെ വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന നമുക്ക് മാനസാന്തരം സംഭവിക്കുന്നുണ്ടോ? യഥാർത്ഥ അനുതാപത്തോടെ വിശുദ്ധ കുമ്പസാരത്തിന് നാം അണയുന്നുണ്ടോ? യഥാർത്ഥ അനുതാപം നമ്മെ പുതിയ സൃഷ്ടിയാക്കും. അതിനുള്ള അനുഗ്രഹം സർവേശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.